വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPIM തിരുനാവായ പഞ്ചായത്ത് കമ്മിറ്റി ബഹുജന മാർച്ച് നടത്തി. CPIM ജില്ലാ കമ്മിറ്റി അംഗം E. അഫ്സൽ ഉദ്ഘാടനം ചെയ്തു. തിരുനാവായയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, തൊഴിലാളികളെ സംരക്ഷിക്കുക, ജനവാസ കേന്ദ്രത്തിൽ നിന്നും മാലിന്യ സംസ്കരണ പ്ലാന്റ് നീക്കം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. CPIM ജില്ലാ കമ്മിറ്റി അംഗം E. അഫ്സൽ ഉദ്ഘാടനം ചെയ്തു. മുൻ വർഷങ്ങളിലും അധികാരത്തിലിരുന്ന തിരുനാവായ പഞ്ചായത്തിലെ UDFന്റെ ഭരണസമിതി, മുസ്ലിം ലീഗിന്റെ വലിയ അപ്രമാദമുള്ള ഭരണസമിതി ജനങ്ങളോട് ഞങ്ങൾക്കൊരു പ്രതിബദ്ധതയില്ല എന്നും ജനകീയ വിഷയങ്ങളിൽ ഒരു കാലത്തും ഞങ്ങൾ ഇടപെടില്ല എന്നും പ്രഖ്യാപിത നയമായി കൊണ്ടു നടക്കുന്നവരാണ്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി കാലയളവിൽ 1/2 ഡസനോളം പ്രസിഡന്റുമാരാണ് അധികാരത്തിന് വേണ്ടി മാറി മാറി വന്നത്. ഈ പഞ്ചായത്തിൽ ഏത് പ്രസിഡന്റുമാർ മാറി മാറി ഭരിച്ചാലും തിരുനാവായ പഞ്ചായത്തിലെ ജനങ്ങളുടെ പ്രശ്നം അവിടെ പ്രശ്നമായി തന്നെ കിടക്കുകയാണ്. അതിന് കാരണം എന്താണ്? അതിന് കാരണം ഞങ്ങളൊരു കുറ്റിച്ചൂലിനെ കൊണ്ടുപോയി ചില വാർഡുകളിൽ സ്ഥാനാർത്ഥികളാക്കിയാലും ഒരു യോഗ്യതയും പറയാനില്ലാത്ത ആളുകളെ കോടി അടയാളത്തിൽ സ്ഥാനാർത്ഥികളാക്കി കൊണ്ടുപോയി നിർത്തിയാൽ ആ വാർഡിലെ ജനങ്ങൾ ജയിപ്പിച്ചയക്കുമെന്നുള്ള അഹംഭാവവും അഹങ്കാരമാണ് തിരുനാവായ പഞ്ചായത്തിലെ UDFനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അധികകാലം പോവില്ല. ഈ തിരുനാവായ പഞ്ചായത്ത് ഓഫീസിന്റെ നേരെ എതിർവശത്ത് കിടക്കുന്ന ഈ MCF കേന്ദ്രത്തെ സംബന്ധിച്ച് എത്ര തവണയായി ഈ പഞ്ചായത്തിൽ പരാതി ഉയർന്നു വരുന്നു? എത്ര തവണ ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർമാർ ഈ വിഷയം ഭരണസമിതിയിൽ, കഴിഞ്ഞ ഭരണസമിതി കാലയളവിലും ഈ കാലയളവിലും തുടർച്ചയായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര പെരുമഴക്കാലം പെയ്തൊഴിഞ്ഞു പോയി. എന്നിട്ടും എന്താണ് ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രധാന ആശ്രയ കേന്ദ്രമായ തിരുനാവായ അങ്ങാടിയിൽ മാലിന്യം കുമിഞ്ഞു കൂടട്ടെ എന്ന നിലപാട് ഈ UDFന്റെ ഭരണസമിതി, മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഭരണസമിതി എടുത്തുകൊണ്ടേയിരിക്കുന്നത്. CPIM തിരുനാവായ ലോക്കൽ സെക്രട്ടറി ഷൈജു സ്വാഗതം പറഞ്ഞു. അനന്താവൂർ ലോക്കൽ സെക്രട്ടറി മൊയ്തീൻകുട്ടി അധ്യക്ഷനായി. രതീഷ് വൈരങ്കോട്, P. ഇബ്രാഹിം, TK അലവിക്കുട്ടി, ഫൈസൽ വേലായുധൻ എന്നിവർ സംസാരിച്ചു. P. മുഹമ്മദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരൂർ.